തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞു നടന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടാട്ടമില്ല. രാജ്യത്തെ മതരാഷ്ട്രമാക്കി കൊടുക്കാമെന്ന് RSSന് സംഘപരിവാറിന് ഗ്യാരണ്ടി നൽകി 10 വർഷം മുമ്പ് അധികാരത്തിലേറിയ നരേന്ദ്രമോദി ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ഉയർത്തിക്കാട്ടിയിരുന്നത് ഗുജറാത്ത് മോഡൽ വികസനം, തൊഴിലില്ലായ്മ, രാജ്യത്തിൻ്റെ പൊതുവികസനം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. 2019 ആയപ്പോഴേക്കും അത് കോൺഗ്രസിനെ കുറിച്ചുള്ള കാര്യങ്ങളായി, കുറ്റം പറച്ചിലുകളായി മാറുകയും ചെയ്തു. അന്നും കുറച്ചൊക്കെ വികസന കാര്യങ്ങളെക്കുറിച്ച് മോദി വാചാലനാവുകയും ചെയ്തു. 2024 തെരഞ്ഞെടുപ്പിൽ മോദി മൗനം പാലിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന് മണിപ്പൂരാണ്, രണ്ടാമത് തൊഴിലില്ലായ്മയാണ്, മൂന്നാമത് ചൈനയുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി തർക്കങ്ങളെക്കുറിച്ചുമാണ്. രാജ്യത്തെ നീറുന്ന പ്രശ്നമായി മാറിയ മണിപ്പൂരിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ മോദി ഈ തെരഞ്ഞെടുപ്പ് കാലം ഉപയോഗിച്ചിട്ടില്ല. പ്രതിവർഷം 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ മോദി 2024 തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഒരു വാചകം പോലും പറയുന്നില്ല. മോദിക്ക് ഇപ്പോൾ പറയാനുള്ളത് കോൺഗ്രസ് 67 വർഷക്കാലം ഭരിച്ചതിൻ്റെ പോരായ്മകളെക്കുറിച്ചാണ്. മോദി എന്ത് ചെയ്തു എന്ന് പറയാൻ, എടുത്തുയർത്തിക്കാട്ടാൻ ഒന്നും തന്നെയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കച്ചത്തെ വിഷയമാണ് മോദി ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. 1974 ഈ വിഷയം ശ്രീലങ്കയ്ക്ക് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് കച്ചിത്തീവ് കിട്ടാനിടയാക്കിയതെന്നാണ് മോദിയുടെ ഏറ്റവും പുതിയ ആരോപണം. ഭൂതകാലങ്ങളിൽ ജീവിക്കുന്നയാളാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ BJPയും സംഘപരിവാർ ശക്തികളും. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുകയും അതിനുശേഷം ഗ്യാൻവാബി അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് നടന്നു കയറുകയും ചെയ്യുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മകളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മതത്തിലും മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും നേതാവുമാണ് നരേന്ദ്രമോദി. രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നരേന്ദ്രമോദിക്ക് യാതൊന്നും തന്നെ മിണ്ടാനില്ല എന്നുള്ളതാണ് ഏറെ രസകരമായ വസ്തുത. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാകേണ്ട വിഷയങ്ങളിലൊന്ന് മണിപ്പൂർ വിഷയം തന്നെയാണ്. മണിപ്പൂർ കലാപം തുടങ്ങിയിട്ട് 81 ദിവസങ്ങൾക്ക് ശേഷമാണ് മോദി പാർലമെൻറ്റിൽ മണിപ്പൂർ എന്ന ഒരു വിഷയം ഒരിക്കലെങ്കിലും പറയാൻ നിർബന്ധിതനായി തീരുകയും ചെയ്തത്. ഇപ്പോഴും ഈ വിഷയം കത്തിത്തീർന്നിട്ടില്ല. മണിപ്പൂരിലെ നടന്ന നരനായാട്ട് അതിൻ്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്, അവിടുത്തെ BJP സർക്കാരാണ് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ വിഷയം പരാമർശിക്കുന്നില്ല, രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. മോദിക്ക് പറയാനുള്ളത് കോൺഗ്രസിൻ്റെ 67 വർഷത്തെ ഭരണത്തെക്കുറിച്ച് മാത്രമാണ്, അവർ ഉണ്ടാക്കി വെച്ച കോട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ്. 67 വർഷം കോൺഗ്രസ് ഭരിച്ചതിനേക്കാൾ രാജ്യത്തെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് താണ്ടിയതാണ് നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തെ ഭരണമെന്നുള്ളത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യവുമാണ്. ഏറ്റവും ഒടുവിലായി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രാജ്യത്തെ പൗരത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കിക്കൊണ്ടുള്ള പൗരത്വ ഭേദഗതി നിയമമാണ് മോദി വലിയൊരു തുറുപ്പുചീട്ടായി പുറത്തിറക്കിയിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഏറ്റതിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദി പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ പുറത്തിറക്കിയത്. ഇപ്പോഴും രാജ്യത്ത് കത്തുന്ന വിഷയം തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത്. പൗരത്വ ഭേദഗതി നിയമവും മതവും ദൈവങ്ങളും രാമനും ലക്ഷ്മണനും കുചേലനുമൊക്കെ തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി, 140 കോടി ജനതയുടെ പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് ഇക്കാര്യങ്ങൾ മാത്രമാണ്. 2024 മോദി പ്രചാരണ വിഷയമാക്കിയ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒരിടത്ത് പോലും മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറയാനില്ല, തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയാനില്ല. മറിച്ച് ഇപ്പോഴും കോൺഗ്രസ്, അതോടൊപ്പം തന്നെ പിടിപ്പുകേട്, കച്ചിത്തീവ്, അയോധ്യ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അനായാസം ജയിച്ച് കയറാൻ കഴിയുമെന്ന്
മോദി വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ED അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വിരട്ടുകയും അതിൻ്റെ നേതാക്കളെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പൗരത്വ ഭേദഗതി നിയമം പോലുള്ള രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വിഷയം ഇതുതന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം മോദി ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ ഒന്നും രാജ്യത്ത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെട്ടിട്ടില്ല, രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല, രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടുക മാത്രമാണ് മോദി ചെയ്തത്. മതനിരപേക്ഷതയെ കാറ്റിൽ പറത്തി, രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കി, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾ വരെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള മോദിയുടെ പോക്ക് രാജ്യത്തെ വല്ലാത്ത ഒരു പടുകുഴിയിലേക്ക് ആഴ്ത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ 3ാം ഘട്ടത്തിലേക്ക് മൂന്നാമത് പ്രധാനമന്ത്രിയാകാൻ മോഹിക്കുന്ന നരേന്ദ്രമോദിക്ക് പ്രചാരണ വിഷയമാക്കാൻ കച്ചിത്തീവും അയോധ്യയും മാത്രമായി മാറുന്നത് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് കൂടിയാണ്. സ്വാഭാവികമായും മോദിയുടെ ഈ പ്രചാരണ വിഷയങ്ങൾ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. മോദിയുടെ മൗനം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് പല വിഷയങ്ങളിലും മൗൻ കി ബാത്തായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും.